ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ കാഴ്ച പാലക്കാട് ഫെസ്റ്റിലെ അവിടുത്തെ കാഴ്ചകളാണ്. അപ്പോൾ കറൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് ഫെസ്റ്റ്. അപ്പോൾ ഓരോ ടൈമും ഫെസ്റ്റ് വരുമ്പോൾ ഓരോ തീമാണ് കൊണ്ടുവരുന്നുണ്ടാവുക. ഇന്നത്തെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയാഗ്ര വാട്ടർഫോൾസിൻ്റെ തീമാണ്. കഴിഞ്ഞ തവണ വന്നിട്ട് ഗുണ കേവ് ആ ടൈപ്പിലുള്ള തീമാണ്. ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ റോബോട്ടിക് മാതൃകയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജീവജാലങ്ങളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. വണ്ടുകൾ, പച്ചപ്പുൽപ്പന്തുകൾ, പിന്നെന്താ തുമ്പികൾ, പിന്നെ കുറച്ച് ഫ്ലവേഴ്സ്, തേള്, ഈ മാതൃകയിലുള്ള കുറേ റോബോട്ടിക് ടൈപ്പിലുള്ള ജീവജാലങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. കയറി ചെല്ലുമ്പോൾ തന്നെ കുട്ടികളൊക്കെ വളരെയധികം ആകർഷിക്കുന്ന തരത്തിൽ അവരത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നല്ല രസമാണ്. കാണാത്തവരൊന്ന് പോയി കാണുക. അതോടൊപ്പം തന്നെ ഇത് അകത്തേക്ക് കയറി ചെല്ലും തോറും നല്ല ഭംഗിയാണ്. അതിൽ ഓരോ കാഴ്ചകൾ കാണാനായിട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ചെന്ന് പോയി കാണുക തന്നെ വേണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ബെസ്റ്റ് ഫാമിലി ആയിട്ട് കുറച്ച് നമ്മൾ പോയി കാണുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്, നല്ലൊരു വൈബാണ്. ഫാമിലി ആയിട്ട് ചിലവഴിക്കാൻ പറ്റിയൊരു ടൈമൊക്കെ നമുക്ക് നല്ല രസമായിട്ടത് ചെയ്യാൻ പറ്റും. അവിടെ തന്നെ നയാഗ്ര വാട്ടർഫോൾസ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ കയറി കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. എങ്ങനെയൊക്കെ നമ്മളെ ആകർഷിക്കാൻ പറ്റുമോ ആ തരത്തിലെല്ലാം തന്നെ ഒരു അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാട്ടർഫോൾസ് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതുമാത്രമല്ല നല്ല തണുപ്പുമാണ് അതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികൾ അതിലേറെ എൻജോയ് ചെയ്യുമായിരുന്നു. കാരണം കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു ഈ പാട്ടിനോടൊപ്പം തന്നെ. ഈ വെള്ളം വീഴുമ്പോൾ അതിനനുസരിച്ചുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റും പിന്നെ ആ വെള്ളം അതൊക്കെ നല്ല രസം. നല്ല തണുപ്പുണ്ട് ആ വെള്ളത്തിനായിട്ട്. ഇടയ്ക്ക് നമുക്ക് ചിന്തിച്ച് പോകും, ഇത്രയൊരു ചെറിയൊരു സെറ്റപ്പിൽ അവരിത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നന്നായിട്ടുണ്ടായിരുന്നു ഈ വാട്ടർഫോൾസ് ക്രിയേറ്റ് ചെയ്തത്. വാട്ടർഫോൾസ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും അവിടെ ഉണ്ടായിരുന്നു. അതായത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് എന്താ പറയുക, കുട്ടികളെ കുറച്ചും കൂടി ചിലവഴിക്കാൻ പറ്റും. അവിടെ കളിച്ച് ഉല്ലസിക്കാൻ കുട്ടികൾക്ക് പറ്റും. അങ്ങനെ വലിയ ആൾക്കാർക്കും നന്നായി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണ് ഈ പാലക്കാട് ഫെസ്റ്റ് ഇപ്പോൾ കേട്ടോ. നല്ല ഭംഗിയിൽ ഈ വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ വീണ് കാണാൻ അവിടെ നമ്മൾ നിന്ന് കാണുമ്പോൾ നല്ല രസമാണ്. ഓരോന്നും അതേപോലെ തന്നെ എൻ്റെ ചെറുത് നന്നായിട്ട് അവൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം തന്നെ. അവിടെ യന്ത്രയൂഞ്ഞാൽ, പിന്നെ ജൈൻറ്റ് വീൽ, പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കാറ്, പിന്നെ അതിനെ പറയുക, ട്രെയിൻ, ഇതെല്ലാം കളിക്കാൻ പറ്റുമായിരുന്നു. കുഞ്ഞുങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ചും കൂടി അതിലേക്ക് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. ഫൺ പൂൾ, അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരാളുടെ ടിക്കറ്റ് കോസ്റ്റ് വന്നിട്ട്, അകത്തേക്കുള്ള ടിക്കറ്റ് കോസ്റ്റ് വന്നിട്ട് 120 എന്തോ ആണ് ടിക്കറ്റ് കോസ്റ്റ് ഒരാൾക്ക്. പിന്നെ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം, അതിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ എടുക്കണ്ട. അങ്ങനെയാണ് അവിടെ. പിന്നെ ബാക്കി അതിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കയറണം, ഏതെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ അത് വേറെ ചാർജ്. ഓരോന്നും ഓരോ ചാർജസാണ്. പക്ഷെ നല്ല ഫൺ മോഡാണ് നമുക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്യുന്നുള്ള കാര്യത്തിൽ 100% ഷുവറാണ്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കൊണ്ട് രാത്രിയാണ് മെയിനായിട്ട് ഇതിൻ്റെ ടൈം ഞാൻ പറയാൻ വിട്ടുപോയില്ല. 3 മണി തൊട്ടിട്ട് യൂഷ്വൽ ടൈം, അതായത് തിങ്കൾ തൊട്ടിട്ട് വെള്ളി വരെ ആണെങ്കിൽ 6 മണിക്ക് എന്തോ ആണ് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യണത്. അതെല്ലാം സാറ്റർഡേ സൺഡേ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 3 മണിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. ഇതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. ഇതിന് മുമ്പൊക്കെ ഇതുപോലെ പാലക്കാട് ഫെസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അപ്പോഴൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഓരോരോ കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ടാണ് ഈ പാലക്കാട് ഫെസ്റ്റ് കാണുന്നത്. പക്ഷേ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും അടിപൊളിയായിരുന്നു കാണാനായിട്ട്. നമ്മളിപ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ, ഒരു ചെറിയൊരു ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ചെറിയൊരു പോർഷനിൽ എത്രയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ അതിന് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പം നമുക്ക് തന്നെ വണ്ടർ അടിച്ചു പോകും. അത്ര അടിപൊളി ആയിരുന്നു അല്ലേ. അതായത് ഇതിന് മുമ്പുള്ള ഫെസ്റ്റുകളൊക്കെ ഞാൻ മിസ് ചെയ്തെന്ന് അപ്പോഴാണ് തോന്നിയത്. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി എന്നുള്ളത്. ടാറ്റാ ബൈ ബൈ, സീ യു.